നമസ്കാരം. മരുന്നുകളും ഭക്ഷണവും എന്തൊക്കെ ശ്രദ്ധിക്കണം? നാം ഏതെങ്കിലും രോഗങ്ങളെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നോ ഒരു ക്ലിനിക്കിൽ നിന്നോ ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടർ നമുക്ക് മരുന്നുകൾ എഴുതി തരികയും ചെയ്യാറുണ്ട്. എന്നാൽ ആ മരുന്നുകൾ ഏതെങ്കിലും ആശുപത്രികളിൽ നിന്നോ ഫാർമസിയിൽ നിന്നോ അതല്ല ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നോ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്? നോക്കൂ, ഭക്ഷണത്തിന് മുൻപ് എന്ന ഇനത്തിൽപ്പെട്ട മരുന്നുകൾ ഭക്ഷണത്തിന് എത്ര മണിക്കൂറുകൾ മുമ്പേ തന്നെ കഴിക്കണം? ഏതു തരം ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്? അത് നിങ്ങൾക്കറിയാമോ? അത് തീർച്ചയായും അറിയണം. തീർച്ചയായും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ട മരുന്നുകൾ ഭക്ഷണത്തിന് അരമണിക്കൂറിനും 2 മണിക്കൂറിനും ഇടയിൽ കഴിച്ചിരിക്കണം. കൃത്യമായ സമയം, ഭക്ഷണവും മരുന്നുമായിട്ടുള്ള അകലം എത്ര വേണം എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് കൃത്യമായി ചോദിച്ചറിയണം. രോഗികൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റ്, ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ എത്തുമ്പോൾ ഭക്ഷണത്തിന് മുമ്പ് എന്ന കാറ്റഗറിയിൽ വരുന്ന മരുന്നുകൾ ആദ്യം കഴിക്കുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു. ഭക്ഷണത്തോടൊപ്പം കഴിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന മരുന്നുകൾ ഭക്ഷണത്തിനിടയിൽ കഴിക്കുന്നു. എന്നാൽ ഭക്ഷണത്തിന് ശേഷം എന്ന് അഡ്വൈസ് കിട്ടിയ മരുന്നുകൾ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ കഴിക്കുന്നു. 3 മരുന്നുകളും ഭക്ഷണത്തോടൊപ്പം കഴിച്ച് വെള്ളവും കുടിച്ച് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നു. ഫലത്തിൽ ഈ 3 മരുന്നുകളും ഭക്ഷണത്തോടൊപ്പമാണ് കഴിച്ചത്. ശരിയല്ലേ? സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന ഭക്ഷണത്തോടൊപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫുൾ മീൽ തന്നെയാണ്. നമ്മൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ കഴിക്കുന്ന ഒരു ഫുൾ മീലിനെയാണ് ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മൾ 10 മണിക്കും 3 മണിക്കും ഒക്കെ കഴിക്കുന്ന സ്നാക്സിനെ അല്ല, അല്ലെങ്കിൽ പഴങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചായയും ബിസ്ക്കറ്റും പോലെയുള്ള കാര്യങ്ങളെ അല്ല ഒരിക്കലും ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ നൈറ്റിലുള്ള നമ്മുടെ ഡിന്നർ, ഇതൊക്കെയാണ് നമ്മൾ ഫുൾ മീലായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫുൾ മീലിന് ശേഷമോ ഫുൾ മീലിന് മുമ്പോ അല്ലെങ്കിൽ ഫുൾ മീലിനോടൊപ്പമോ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരിക്കലും മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ചായ, കാപ്പി, മറ്റ് ബിവറേജസുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ചായയോ കാപ്പിയോ പെപ്സി, കൊക്കക്കോള, മിരിൻഡ, 7up, ലൈം സോഡ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ മരുന്നുകളോടൊപ്പം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഭക്ഷണത്തോടൊപ്പം കഴിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ മാത്രം ഭക്ഷണത്തോടൊപ്പം കഴിക്കുക. ഒരുപക്ഷെ വാട്ടർ സോലുബിൾ ആയതോ അതല്ല എങ്കിൽ ഫാറ്റ് സോലുബിൾ ആയതോ ആയ കെമിക്കൽസ് അവയിൽ ഉണ്ടാവാം. വെള്ളമോ ഭക്ഷണത്തിലെ എണ്ണയോ അവ അലിയാൻ വേണ്ടി വന്നേക്കാം. ഭക്ഷണശേഷം കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന മരുന്നുകൾ, ഈ മരുന്നുകൾ ഒരു കാരണവശാലും ഭക്ഷണത്തോടൊപ്പം കഴിക്കരുത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ടാവും. ആന്റി ഓക്സിഡന്റുകളായ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, സെലിനിയം, സിങ്ക്, ഗ്ലൂട്ടാത്തയോൺ, ല്യൂട്ടിൻ, അസ്താസാന്തിൻ, സിയാസാന്തിൻ തുടങ്ങിയവയൊക്കെ പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, മത്സ്യം, ഇലക്കറികൾ, ഡ്രൈ ഫ്രൂട്ടുകൾ, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിലൊക്കെ ഇവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. അപ്പം ഇവയിലൊക്കെ തന്നെ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ടാവും. ഈ വക ഭക്ഷണ സാധനങ്ങളോടൊപ്പം സിന്തറ്റിക് കെമിക്കലുകളായി വരുന്ന മരുന്നുകൾ ചെന്നാൽ ഈ ആന്റി ഓക്സിഡന്റുകൾ അവയിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടികളെ ഭാഗികമായോ പൂർണ്ണമായോ നിർവീര്യമാക്കാൻ കാരണമായി തീരുന്നതായി കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഭക്ഷണത്തോടൊപ്പം ഭക്ഷണശേഷം കഴിക്കണം എന്ന് പറയുന്ന മരുന്നുകൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, അതായത് രോഗശമനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല സൈഡ് എഫക്റ്റുകൾ കൂടുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതെങ്ങനെ? നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, അതായത് സിന്തറ്റിക് കെമിക്കലുകളെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മരുന്നുകൾ ആന്റി ഓക്സിഡന്റുകളുടെ ഇടപെടൽ മൂലം അതിന്റെ ക്വാളിറ്റി ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെടുകയും ആ മരുന്നുകൾ ക്രമേണ ഈ ആന്റി ഓക്സിഡന്റുകളുടെ എഫക്റ്റിന് വിധേയമായി അവയുടെ ശക്തി ചോർന്നു പോവുകയും അവ വെറും കെമിക്കലുകളായി മാറുകയും നമ്മുടെ ശരീരത്തിൽ അവ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള കൺവേർഷൻ സംഭവിക്കുകയും ചെയ്യും.
അപ്പോൾ ഗുണമാണോ? അല്ല, ദോഷമാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്കുണ്ടാകുന്നത്. നമുക്ക് രോഗശമനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്ത് ഈ കെമിക്കലുകളുടെ വളരെ ദൂഷ്യഫലം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭക്ഷണശേഷം കഴിക്കണം എന്ന് പറയുന്ന മരുന്നുകൾ യാതൊരു വിധത്തിലും യാതൊരു കാരണത്താലും നിങ്ങൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കരുത്. ഭാഗികമായി നിർവീര്യമാകുന്ന മരുന്നുകൾ രോഗികളിൽ ടോക്സിക്കായി മാറുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മൾ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത്, ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് പാല് കുടിച്ചു വന്നിരിക്കട്ടെ. ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. പാലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് ഇവയെല്ലാം തന്നെ ആന്റി ഓക്സിഡന്റുകളാണ്. പാലോ അല്ലെങ്കിൽ ചായയോ കുടിച്ചു വന്നിരിക്കട്ടെ. അപ്പം ഈ പറഞ്ഞ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ഈ മരുന്നിനെ നിർവീര്യമാക്കും. മരുന്നിന്റെ ഗുണം നഷ്ടപ്പെടുകയും മെഡിസിനൽ ഗുണം നഷ്ടപ്പെട്ട മരുന്ന് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന വെറും കെമിക്കലുകളായി അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ബോഡിയിൽ ഒരു ലോഡായി മാറുകയും നമുക്ക് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഴിക്കേണ്ട മരുന്നുകൾ ഭക്ഷണം കഴിച്ച്, ചില നോൺ വെജ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂർ വരെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ ഭക്ഷണശേഷമുള്ള മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ പാലുൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയാതെ മരുന്നുകളൊന്നും കഴിക്കാൻ പാടില്ല എന്ന കാര്യം ഒരിക്കലും മറന്നുപോകരുത്. പെട്ടെന്ന് ദഹിക്കുന്ന വെന്ത ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു 45 മിനിറ്റ് എങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം ശേഷമുള്ള മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ രോഗികളും മരുന്നുകൾ നിങ്ങൾ റെഗുലറായി കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ സമയം പ്രത്യേകം ക്രമീകരിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 7:30-നും 8 മണിക്കും ഉള്ളിൽ കഴിച്ചിരിക്കുക. ഉച്ചയ്ക്ക് 12:30-ക്കും 1 മണിക്കും ഉള്ളിൽ കഴിച്ചിരിക്കുക. അതുപോലെ വൈകുന്നേരം 6 മണിക്കുള്ളിൽ രാത്രിയിലെ ഭക്ഷണം കഴിക്കുക. കൂടാതെ മിഡ് മോർണിംഗ് എന്നുള്ള രീതിയിൽ ഒരു 10-10:30 സമയത്ത്, രാവിലെ 10 മണിക്കും 10:30-നും ഇടയ്ക്ക് ലഘുവായി എന്തെങ്കിലും കഴിക്കുക. മിഡ് ഡേ ഒരു 3 മണിക്കും 3:30-ക്കും ഇടയ്ക്ക് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മരുന്നുകൾ കഴിക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം, ഒരു 200 മില്ലി വെള്ളമെങ്കിലും കുടിച്ചുവെന്നും നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കുക. ആരാണ് ഇവിടെ ഇത്രയധികം രോഗികൾ ഉണ്ടാകാൻ കാരണം? ആയിരക്കണക്കിന് ആശുപത്രികൾ, 10,000-കണക്കിന് രജിസ്ട്രേർഡ് ഡോക്ടർമാർ, ലക്ഷക്കണക്കിന് രോഗികളും. ആരാണ് ഇതിന് കാരണക്കാർ? ഡോക്ടർമാരാണോ? ആശുപത്രികളാണോ? അതോ മരുന്ന് കമ്പനികളാണോ? ഓർക്കൂ, ഇവരാരുമല്ല. പിന്നെ ആരാണ്? അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ തെറ്റായ ജീവിത രീതികൾ, തെറ്റായ ഭക്ഷണക്രമങ്ങൾ, മരുന്നുകൾ കഴിക്കുന്നത് പോലും അങ്ങേയറ്റം തെറ്റായ രീതിയിൽ, ഈ ഒരു അലംഭാവവും അശ്രദ്ധയുമാണ് ഈ നാട്ടിൽ ഇത്രത്തോളം രോഗികൾ കൂടി വരാൻ കാരണമാവുന്നത്. ശ്രദ്ധിക്കുക. ആരോഗ്യവതികളും ആരോഗ്യവാന്മാരും ആവുക.